അഗ്നി 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 ഓരോ ആളുകളുടെ ഉള്ളിലും 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 ഓ ദിവ്യ തേജസ് ദിവ്യ തേജസ് ദിവ്യ തേജസ് നിന്റെ ഉള്ളിൽ നിന്റെ ഉള്ളിൽ നിന്റെ ഉള്ളിൽ you are being literally spiritually lifted up. Amen. അവൻ നിന്നെ തൊട്ട് ഉണർത്തി ഉയർത്തുന്നത് ആത്മനിറവ് ആത്മനിറവ് ആരാധനയുടെ ആരംഭത്തിൽ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആത്മനിറവ്. ആമേൻ ആമേൻ. നന്ദി രാജ, നന്ദി നന്ദി ദൈവമേ, അങ്ങ് അരുളി ചെയ്യണം, ഞങ്ങൾ കേൾക്കുന്നു. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ ആമേൻ. സഭാപ്രസംഗി 3-ാം അധ്യായം 11-ാം വചനം. പ്രസംഗി 3:11. അവൻ ദൈവം യഹോവ അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത്. ദൈവം സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത്. ഇങ്ങനെയാണ് നിങ്ങളുടെ ബൈബിളിലുള്ളത്. പക്ഷെ എൻ്റെ കിങ് ജെയിംസ് വെർഷനിൽ അങ്ങനെയല്ല. അവൻ ദൈവം സകലവും അതതിൻ്റെ സമയത്തല്ല, അവൻ്റെ സമയത്ത്. അതതിൻ്റെ, നോട്ട് ഇൻ ഇറ്റ്സ് ടൈം, ഇൻ ഹിസ് ടൈം. അവൻ സാക്ഷാൽ ദൈവം സകലവും അവൻ്റെ സമയത്ത്, ദൈവത്തിൻ്റെ സമയത്ത് எல்லாம் வசனம் சொல்லுகிறது நேர்த்தியாக செய்தார். He did everything beautifully in his time. அவருடைய சமயம், தேவாதி தேவனுடைய சமயத்து எல்லாம் நேர்த்தியாய் அழகாக செய்தார். அவனுடைய சமயம், his time. Nothing will happen until his time is right. ഈ ഭൂമിയിലോ നിങ്ങളുടെയോ എൻ്റെയോ ജീവിതത്തിൽ അവൻ്റെ ദൈവത്തിൻ്റെ സമയം ശരിയാകുന്നത് വരെ ഒന്നും സംഭവിക്കുകയില്ല. ആമേൻ. അവന് ഒരു സമയമുണ്ട്. പ്രസംഗി 3:1. എല്ലാത്തിനും ഒരു സമയമുണ്ട്. A clock in heaven, a clock in heaven. ദൈവത്തിനൊരു സമയമുണ്ട്. ആസ്പത്രിയിൽ സർജറി ഹാളിൽ അവിടെ ഒരു ക്ലോക്കുണ്ട്, സ്റ്റോപ്പ് വാച്ച്. ഓപ്പറേഷൻ തുടങ്ങുമ്പോൾ അത് ഓടാൻ തുടങ്ങും. ഓപ്പറേഷൻ തീരുമ്പോൾ അതിനെ സ്റ്റോപ്പാക്കും, സ്റ്റോപ്പ് വാച്ച്. ഇൻ സർജറി തിയേറ്റർ നമുക്കൊരു ഘടികാരമുണ്ട്, ലോക്കൽ ടൈം. ലോക്കൽ ടൈം. എല്ലാത്തിനും മേലെ എല്ലാത്തെയും നിയന്ത്രിക്കുവാൻ ദൈവത്തിൻ്റെ കയ്യിലൊരു ക്ലോക്കുണ്ട്. ആമേൻ. ആ സമയമോ കാലമോ അല്പബുദ്ധിയായ മനുഷ്യ
നിന്റെ പരിധിക്ക് ഉൾപ്പെട്ടത് അല്ല. God's time is not within giver limit. ബൈബിൾ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 1:7 പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്ക് ഉള്ളത് അല്ല. ആമേൻ, ഹല്ലേലൂയ. പിതാവ് തൻ്റെ സ്വന്തം പരിധിക്കകത്ത്, സ്വന്തം അധികാരത്തിനകത്ത്, സ്വന്തം ശക്തിക്കകത്ത് വച്ചിരിക്കുന്ന സമയം, കാലം, മനുഷ്യൻ അത് അറിയുവാൻ അവന് ഉള്ളത് അല്ല. അപ്പോസ്തലർ 1-7 അതുകൊണ്ടാണ് ആബ്രഹാം ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെ ഹൃദയങ്ങളെയും ഞാൻ കണ്ട്, my eyes pierced into the heart of every man. എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളെയും കണ്ടെങ്കിലും നിന്റെ ഹൃദയം വിശ്വസ്തം എന്ന് ഞാൻ കണ്ടിരിക്കുന്നു. നെഹെമ്യ 9:8. ആകയാൽ therefore I decided to bless you. ആകയാൽ ആബ്രഹാമേ, വയസ്സ് 75, നെവർ മൈൻഡ്, എനിക്കൊരു പ്രത്യേക ക്ലാക്കുണ്ട്, സമയമുണ്ട്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ തലമുറ അനുഗ്രഹിക്കും, നിന്റെ ചാർച്ചക്കാരെ വിടുക, നിന്റെ പിതൃഭവനത്തെ വിടുക. സ്വാഭാവികമായി ആബ്രഹാമിൻ്റെ ഭാഗത്ത് ഒരു സ്വാതന്ത്ര്യമുണ്ട്. വയസ്സ് 75 പിതാവേ, എന്ന് എന്നെ അനുഗ്രഹിക്കും. ഷോ മീ ദ ടൈം, ഷോ മീ ദ ടൈം. ആ കാലം, ആ സമയം ദൈവമേ അറിയിക്കണമേ. ചോദിച്ചേയില്ല. ആമേൻ, ചോദിച്ചേയില്ല. ലൈക്ക് എ ഫൂൾ ഹി ഒബേഡ്. ഒരു മൂടനെ പോലെ ആബ്രഹാം അനുസരിച്ച്. എപ്പോൾ അനുഗ്രഹിക്കും എന്ന് ചോദിച്ചേയില്ല. കാരണം ദൈവത്തിൻ്റെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. ദൈവത്തിൻ്റെ സഹിത്വം തന്നെ ഭയപ്പെടുന്ന ആളുകൾക്കുണ്ടാകും. അതുകൊണ്ടാണ് ആബ്രഹാമിന് ദൈവം 2 ദിനവൃത്താന്തം 20:7, ഐസ 41:8, യാക്കോബ് ലേഖനം 2-23 വീണ്ടും 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 ഒരു പൊന്നു പേര് പറഞ്ഞ് വിളിക്കും. ആബ്രഹാം എൻ്റെ ഫ്രണ്ട്. ആമേൻ. ആബ്രഹാം എൻ്റെ സ്നേഹിതൻ. എൻ്റെ ദൈവത്തിന് സ്നേഹിതന്മാരാവശ്യമുണ്ട്, സ്നേഹിതിമാരാവശ്യമുണ്ട്. അവൻ്റെ സമയം എന്നെ അനുഗ്രഹിക്കുമെന്ന് കണ്ണും അടച്ചിക്കൊണ്ട് ഒരു മൂടനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദത്തം മാത്രം മുറുകെ പിടിച്ച ആബ്രഹാം, ദൈവത്തിൻ്റെ സ്നേഹിതൻ, അവൻ എന്നോട് കൃപ കാട്ടുവോളം എൻ്റെ കണ്ണുകൾ അവനെ നോക്കിക്കൊണ്ടേയിരിക്കും. ഇറ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് ബ്ലെസ്സിങ്. സങ്കീർത്തനം 123:2. ദേവാദിദേവൻ, എന്നെക്കാട്ടിലും വലിയവൻ, എന്നെക്കാട്ടിലും ജ്ഞാനമുള്ളവൻ, എൻ്റെ സൃഷ്ടിതാവ്, എന്നെ കരുതുന്നവൻ, എനിക്ക് ദോഷം ചെയ്യുമോ അവൻ എൻ്റെ ജീവിതത്തിൽ കൃപ ചെയ്യുവോളം എൻ്റെ കണ്ണുകൾ ദൈവത്തെ നോക്കിക്കൊണ്ടേയിരിക്കും. സമയം അവൻ്റെതാണ്, നമ്മുടെ ആരുടേതുമല്ല. ആ പരിധിക്കകത്ത് ആരും കൈ കടത്തരുതേ. എല്ലാ പ്രവർത്തനത്തിലും ദൈവത്തിൻ്റെ സമയം ഉണ്ട്. Nothing will happen until God's time is right. സകലവും
എല്ലാ കാര്യവും ദൈവം അവൻ്റെ സമയത്ത്, അതിൻ്റെ സമയത്തല്ല, അവൻ്റെ സമയത്ത് മനോഹരമായി ചെയ്യുന്ന ദൈവം. ആബ്രഹാമോട് ദൈവം ആബ്രഹാമിൻ്റെ തലമുറ സന്തതികളെക്കുറിച്ച് ഒരു വാക്തത്വം നൽകുന്നു. 430 ആണ്ടുകൾ അടിമകളായി പാർക്കും. അതിന് ഒരു നാളിക പോലും കൂടുകയുമില്ല, കുറയുകയുമില്ല. ദാറ്റ് ഈസ് മൈ ടൈം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 16-ാം വചനം. അമോറിയ വർഗത്തിന്റെ അനീതി തികയുന്ന നാൾ. Until the iniquity of the caste, Bible says, Amorite is being fulfilled, you shall be slaves. അതിൽ നിന്ന് ഒരു മിനിറ്റ് അങ്ങ് കൂടുകയോ കുറയുകയില്ല. അക്രമികളുടെ അക്രമം തീരുന്ന നാൾ എൻ്റെ ജനത്തിൻ്റെ ചങ്ങലകൾ പൊട്ടും. They will depart. They will depart. വാക്ക് പറഞ്ഞത് ദൈവമാണ്. അങ്ങോ ഇങ്ങോ പെസകുകയേയില്ല. പുറപ്പാട് പുസ്തകം 12:41 ആ സംഭവം അണ്ടർലൈൻ ചെയ്ത് ദൈവം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. പുറപ്പാട് 12:41 430 ആണ്ടുകൾ കഴിഞ്ഞിട്ട് അതേ ദിവസം, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, 430 ആണ്ടുകൾ കഴിഞ്ഞിട്ട് അതേ ദിവസം ജനം പുറപ്പെട്ടു. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. കാരണം നിയന്ത്രിക്കുന്നത് ദൈവമാണ്. 400 ആണ്ടുകൾ മലാക്കി പ്രവചകന്റെ ശബ്ദം കേട്ടിട്ട് പിന്നെ യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ദൂതന്മാർ മുഖാന്തരം ജനം കേട്ടത്. ഇതിൻ്റെ രണ്ടും തമ്മിലുള്ള ഇടവിളി, ഇൻ്റർവെൽ 400 ആണ്ടുകൾ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയം അവൻ്റെ കയ്യിലാണ്. വള്ളി പുള്ളി തെറ്റുകയില്ല. 40 ആണ്ടുകൾ തൻ്റെ ജനം മരുഭൂമിയിൽ നടന്ന്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ക്രൂസിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് റോമ സീൽ കല്ലറയിൽ വയ്ക്കപ്പെട്ട ആ സെക്കൻഡ് മുതൽ ദേവാദി ദൈവം പരം ഏറി പോകുന്ന ആ സെക്കൻഡ് വരെ 40 നാളുകൾ. അവിടെ നിന്ന് 10 നാളുകൾ പരിശുദ്ധാത്മാവാം ദൈവം വരുന്നത് വരെ പെസഹ പെരുന്നാൾ കഴിഞ്ഞിട്ട് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന 3 നാളുകൾ അവൻ കല്ലറയിൽ അവൻ വിശ്രമിച്ചു. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആബ്രഹാം അഗ്നിശോധനയിൽ കൂടെ കടന്നുപോയത് 25 ആണ്ടുകൾ. ആബ്രഹാമിൻ്റെ മകനും ചെറുമകനും ഇസഹാക്കും യാക്കോബും കടന്നുപോയത് 20 ആണ്ടുകൾ അഗ്നിശോധന. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ക്രിസ്തു യേശു ഭൂമിയിൽ ശിശുവായി ജനിച്ചത് തക്ക സമയത്ത്. ഗലാത്യർ 4:4 തക്ക സമയത്ത്. യേശു മരിച്ചത് അപ്പോസ്തലർ 2:23 പ്രകാരം, റോമർക്ക് എഴുതിയ ലേഖനം 5:6 പ്രകാരം. അതും തക്ക സമയത്ത്. ആമേൻ. യേശു ജനിച്ചത് തക്ക സമയത്ത്. ഗലാത്യർ 4:4. യേശു മരിച്ചത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന താൻ തന്നെ പല പ്രാവശ്യം അരുളി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അപ്പോസ്തലർ 2:23 നമ്മെ പഠിപ്പിക്കുന്ന പിതാവാം ദൈവത്തിൻ്റെ മുൻ അറിവിൻ പ്രകാരം. എങ്ങനെയോ അടിച്ചു കൊന്നതല്ല. It is utter foreknowledge of Father God in heaven. പിതാവിൻ്റെ മുൻ അറിവിൻ പ്രകാരം തക്ക സമയത്ത്. റോമ ലേഖനത്തിൽ പൗലോസ് എഴുതുന്നു, അവൻ മരിച്ചത്, നമുക്ക് വേണ്ടി മരിച്ചത് തക്ക സമയത്ത്. കാലസമ്പൂർണതയിൽ അവൻ ജനിച്ചു, തക്ക സമയത്ത് മരിച്ചു.
അവൻ ഉയർത്തതോ എങ്ങനെയോ അല്ല, താൻ പറഞ്ഞതിൻ പ്രകാരം. ആമേൻ, ആമേൻ. Just like Jesus foretold, he rose up. തക്ക സമയം. ലൂക്ക് സുവിശേഷം 24:7 പ്രകാരം തക്ക സമയത്തിൽ അവൻ ഉയർത്ത്. എല്ലാം അവൻ്റെ സമയം. പക്ഷെ ഒരു കാര്യം മാത്രം, ഒരു സമയമില്ല, അത് ഇപ്പോൾ സംഭവിക്കണം. 2 കൊരിന്ത്യർ 6:2 ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ആമേൻ. കുടിക്കുന്നതൊക്കെ കുടിച്ച്, സാപ്പിടുന്നതൊക്കെ സാപ്പിട്ട്, ഛർദ്ദിച്ച് നരങ്ങിയിട്ട് പിന്നെ രക്ഷപ്പെടാം എന്ന് നീ അടം പിടിക്കരുത്. ആമേൻ. വിഗ്രഹം ചുമന്ന് ചുംബിച്ച് നാടകം നടിച്ച് പിന്നെ, കാരണം നാളത്തെ ദിവസം നിനക്കുള്ളത് അല്ല. Now is the day of salvation. അത് അവൻ വെച്ച സമയം. ഇപ്പോൾ, not tomorrow. 2 കൊരിന്ത്യർ 6:2 അതാണ് നമ്മ പഠിപ്പിക്കുന്നത്. ഇപ്പോഴാകുന്നു രക്ഷാദിവസം. മാരത്തടിച്ച് നാം വിലപിച്ച് കരയുന്ന നാളുകളാണ്. ഇനി അധിക നാളുകൾ നമ്മുടെ മുമ്പിലില്ല. പുല്ല് കുരുത്തതുപോൽ അടിക്ക് 1000 വിഗ്രഹങ്ങൾ കുരുത്തുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയും ഉപവാസവും ദൈവാശ്രയവും ഇല്ലാതെ ഭാവി തലമുറ പിടിച്ചു നിൽക്കുവാൻ പറ്റാത്ത അവസ്ഥയിൽ ഭാരതം പോയിക്കൊണ്ടിരിക്കുന്ന നാശത്തിലേക്ക്. ആകയാൽ ഇന്ന് നിലവിളിക്കുക, നേരെയാകുക, അപ്പൻ്റെ പൊന്മുഖത്തിൽ ചുംബിക്കുക. യേശുവേ, അങ്ങ് എനിക്ക് മതി, യേശു എനിക്ക് മതി. Now is the day of salvation. ഇപ്പോഴാകുന്നു രക്ഷാദിവസം. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോൻ, കണ്ണിൻ മണി പോലെ കാട്ടിടുമേ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോൻ, കണ്ണിൻ മണി പോലെ കാട്ടിടുമേ. അന്ത്യം വരെ വാഴുവാടെയമേ, താങ്ങി നടത്തിടും പൊൻകരത്താ. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. മിനിസ്ട്രി ഓഫ് ജീസസ് പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.